ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇങ്ങനൊരു ഭർത്താവിനെ ആരാ കൊതിക്കാത്തെ? ഈശ്വരാ, എനിക്ക് മാപ്പ് തരണേ. ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലാത്തതാ. നാളെ മുതല് ഞങ്ങൾക്ക് വ്രതമാണെങ്കിൽ നിങ്ങൾക്ക് വ്രതവാ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അമ്മയും മോളും കൂടെ ഓരോ ദുരിതങ്ങൾ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് അതിന്റെ ഫലം ഞാനും കൂടെ അനുഭവിക്കും. നിർമ്മലേ, നീ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും ഞാനിത് അനുസരിക്കൂല. ഇവിടുന്ന് പുറത്താക്കിയാലും കുഴപ്പമില്ലേ നിങ്ങക്ക്? കുഴപ്പമില്ല. ഇവിടുന്ന് പുറത്താക്കിയാലും കുഴപ്പമില്ല നിങ്ങക്ക്? കുഴപ്പമുണ്ട്. വേറെ പോകാൻ ഇടയില്ല. അതുകൊണ്ട് ഞാൻ ചിലപ്പോ അനുസരിച്ചെന്ന് വരും. നീ എന്തടിച്ചിരിക്കുന്നേ? ഇല്ലമ്മേ, എന്റെ അച്ഛന്റെ യോഗ്യത കണ്ട് ചിരിച്ചു പോയതാ. കളിയാക്കോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഒതുക്കുന്നത് പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. മനുഷ്യരോട് കളിക്കാൻ നിൽക്കുന്നത് പോലെ നാഗങ്ങളോട് കളിക്കാൻ നിൽക്കണ്ട. അത് നല്ലതിനല്ല. രണ്ടുപേരും അവസാനം കരയേണ്ടി വരും. നോക്കിക്കോ. അമ്മേ, കൺമുമ്പിൽ നിന്ന് ആ പാമ്പിന്റെ രൂപം പോകുന്നേയില്ല. നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ട് വേണം ആ കാഴ്ച എന്റെ മനസ്സിൽ നിന്ന് കളയാൻ. എന്നിട്ടാവാം അടുത്തത്. അവള് ചത്തൂന്ന് ഉറപ്പിച്ചതാ. മരണത്തിനെ തോപ്പിച്ചു പിശാച്. എന്താ മോനെ? മോൻ ആരെയായി നോക്കുന്നേ? ഗാഥ എന്തിയമ്മേ? ഗാഥമോൾക്ക് ചെറിയ പനിയുണ്ട്. എന്നിട്ട് ഡോക്ടറെ കൊണ്ടുപോണ്ടേ? വ്രതത്തിനിടയില് അങ്ങനെയൊക്കെ വന്നാല് അത് സാധാരണ കാര്യമാക്കാറില്ല. ആര് കാര്യക്കാരില്ല. അമ്മയ്ക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? ഈ പൂജാരിമാർക്ക് അസുഖം വന്നാ അവര് ഡോക്ടറെ കാണാൻ പോവില്ലേ? ഞാൻ പറഞ്ഞു, അങ്ങനെ തർക്കിക്കാനൊന്നും ഞാനില്ല. സർപ്പക്കാവില് പൂജ ചെയ്തയല്ലേ, ചിലപ്പോ അതിന്റെ ഒക്കെ ആവും. അതിന്റെ ഒന്നും അല്ല. സർപ്പക്കാവിൽ സംഭവിച്ചൊക്കെ അമ്മായും കീർത്തിയൊക്കെ പറഞ്ഞതല്ലേ? അത് നേരിട്ട് കണ്ടതല്ലേ ഗാഥ? അതിന്റെയൊക്കെ ബാക്കിയാണ് ഈ പനി. കാര്യമായിട്ടുള്ള പനിയൊന്നും ഇല്ല. പറയാൻ സിമ്പിളാ അമ്മേ. ആ പനി പിടിച്ച ഗാഥയെ വെറും തറയിൽ തന്നെയല്ലേ ഇപ്പോഴും കിടത്തിയിട്ടുണ്ടാവുക? ഒരു നേരം മാത്രമല്ലേ വീണ്ടും ഭക്ഷണം കൊടുക്കാൻ പോകുന്നത്? ശരി, കഴിഞ്ഞ ദിവസം ഞാനൊരു പരാതി പറഞ്ഞപ്പോ കുഞ്ഞുനാളിൽ കുത്തിവെപ്പെടുത്തൊരു കഥ അമ്മ പറഞ്ഞല്ലോ. കുഞ്ഞുനാളിൽ എനിക്ക് പനി വരുമ്പോ അമ്മ എന്താ പറയാ? അസുഖം വന്ന വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം, എല്ലാ നേരവും കഴിക്കണം. അതെന്താ ഗാഥയുടെ കാര്യത്തില് നടക്കില്ലേ? അമ്മയെ പറഞ്ഞ് തോൽപ്പിക്കാൻ ഇറങ്ങിയതാ. ഇതൊന്നും വേണോന്ന് വിചാരിച്ച് ചോദിക്കുന്നതൊന്നുമല്ല. എന്നാലും അമ്മ സമ്മതിച്ചു. ഗാഥയെ സ്നേഹിച്ചു തുടങ്ങിയല്ലേ എന്റെ മോൻ? അതാണോ അമ്മ ഇപ്പൊ കാര്യം? അമ്മേ, ഗാഥയ്ക്ക് സുഖമില്ലെങ്കിൽ ഞാൻ അയാളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. അതിന് പിന്നെ ആരും തടസ്സം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. മുത്തശ്ശിയോട് അമ്മ അത് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനില്ല. പൂജയുടെ കാര്യത്തില് മുത്തശ്ശിയോട് തർക്കം പറയാനൊന്നും എനിക്ക് ധൈര്യമില്ല. എല്ലാം പരിധി കഴിഞ്ഞ് പോവാണ്. ഈ നിലയ്ക്ക് പോവാണെങ്കിൽ മുത്തശ്ശി എതിർത്ത് സംസാരിക്കില്ല എന്നുള്ള തീരുമാനം എനിക്ക് തിരുത്തേണ്ടി വരും. മോനെ, അല്ലെങ്കിൽ തന്നെ ഈ കുടുംബം നന്നാവാൻ വേണ്ടി വ്രതം എടുക്കേണ്ടതും പട്ടിണി കിടക്കേണ്ടതും ഇവിടെയുള്ള ആളുകളല്ലേ? പുറത്തുനിന്ന് വന്ന ഗാഥയ്ക്ക് അതിലെന്താ ഡ്യൂട്ടി? ആചാരത്തിന്റെ കാര്യമാകുമ്പോ പിന്നെ ന്യായം ചോദിക്കാൻ പാടില്ലല്ലോ.
പേടിക്കണ്ട, പനി നോക്കാൻ വന്നത്. എടോ, നമുക്കെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയല്ലോ. അത് വേണ്ട. ഗാഥ, പറയുന്നത് കേൾക്ക്. തന്നെ കൊണ്ടത് താങ്ങാനാവില്ല. പറ്റും. വ്രതത്തിന്റെ ഭാഗമായി എന്തെങ്കിലും വന്നാലേ അത് ഈശ്വരൻ തന്നെ സുഖപ്പെടുത്തിക്കോളും. ഗാഥ, ഈ പൂജയുടെ കാര്യങ്ങളും മറ്റും വന്നേ പിന്നെ അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസുഖത്തിന് മരുന്ന് കഴിച്ചാലേ പറ്റൂ. വേണ്ട നവീൻ, പറയുന്നത് കേക്ക്. നവീൻ പോയിക്കോളൂ. ഞാൻ ബാം കൊണ്ടുവന്നിട്ടുണ്ട്, പുരട്ടിത്തരാം. കിടന്നു. എന്തൊരു സ്നേഹ നവീന്. ഇങ്ങനൊരു ഭർത്താവിന് ആരാ കൊതിക്കാത്തെ? ഈശ്വര, എനിക്ക് മാപ്പ് തരണേ. ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലാത്തതാ. മരണം നിശ്ചയിച്ചുറപ്പിച്ച ഒരു വാടകക്കാരൻ മാത്രമാണ് ഞാൻ. പൊറുക്കണേ ദൈവമേ.